ഹായ്, ലോകകപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഖത്തറിലെ ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നുമാണ്. കളിക്കളത്തിൽ പോരാട്ടങ്ങൾ മുറുകുമ്പോൾ ഖത്തറിൻ്റെ ആതിഥ്യവും ശ്രദ്ധേയമാവുകയാണ്. ഈ വേൾഡ് കപ്പ് ഖത്തറിൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായ കാണികളും ഏറെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ ഗസ്റ്റുകളെയും ഉൾക്കൊള്ളുവാനും എല്ലാവിധ ഗസ്റ്റുകളെയും കുളിർമ കൊള്ളിക്കുവാനും ഖത്തർ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോകകപ്പിലെ ചരിത്ര സംഭവങ്ങൾ ആകർഷണീയമായി അവതരിപ്പിച്ച ലെസി ഷോ മറ്റൊരു ആകർഷണീയതയായിരുന്നു. കളിക്കളത്തിൽ വമ്പന്മാർ മറിഞ്ഞു വീണ ഈ വേൾഡ് കപ്പിൽ കളത്തിനകത്തും പുറത്തും ചരിത്രം സൃഷ്ടിച്ച ഒരു മാമാങ്കമായിരുന്നു ഇത്. 650 കോടി US$ ചെലവഴിച്ച് ഫുട്ബോളിൽ അത്ര വലിയ ശക്തിയൊന്നുമല്ലാത്ത ഖത്തർ പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു. നോക്കൂ, ഒരു എയർപോർട്ടിന് സമാനമായ രീതിയിൽ ഉണ്ടാക്കിയ ഈ പവലിയൻ ആരെയും ആകർഷിക്കുന്നതാണ്. അതെ, ഈ പവലിയനും കടന്ന് നമ്മൾ വീണ്ടും ഗ്രൗണ്ടിലേക്ക് കടക്കുന്നു. അവിടെ താരങ്ങൾ മാത്രമല്ല, ലൈറ്റിംഗ്, മ്യൂസിക് വൈവിധ്യങ്ങൾ കൊണ്ട് വീണ്ടും ഖത്തർ കാണികളെ ഞെട്ടിക്കുകയാണ്. കടലിൽ നിന്ന് വെള്ളം ചാല് കീറിയും കൊറോണ മൂലമുള്ള സാമ്പത്തിക മാന്ദ്യങ്ങളെ മറികടന്നും ഈ രാജ്യം ഫുട്ബോൾ പ്രേമികൾക്ക് വിരുന്നൊരുക്കുകയാണ്. ഖത്തറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വെറും 93,000 മാത്രം ജനസംഖ്യയുള്ള മൊറോക്കോ 2030 വേൾഡ് കപ്പിന് ആതിഥ്യമരുളുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം.
ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് യാതൊരു തടസ്സവും കൂടാതെ കളികൾ ആസ്വദിക്കുവാനും യാത്രയ്ക്കും താമസത്തിനും ഒക്കെ സംവിധാനങ്ങൾ കേരളത്തിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഒരു രാജ്യം ഒരുക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അതെ, ഇവിടെ ഖത്തർ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇവിടെ എത്തുന്ന ഓരോ കായിക പ്രേമിയുടെയും മനസ്സിൽ ഖത്തർ ഇടം നേടിയെടുത്തു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിന് ഖത്തർ വേദിയാക്കിയതോടൊപ്പം ഖത്തറിനെ സ്നേഹിക്കുവാൻ ഫിഫയും വേദിയൊരുക്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വ്യത്യസ്തയാർന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരോടും വിട പറയുന്നു. ബായ്.